ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन, प्रेम शांति सिखा के बदला सभी का जीवन। आदि देव प्रजापिता श्री, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्मा मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 20/8/2024. ഇന്നത്തെ മുരളിയിൽ ബാബ മെഡിറ്റേഷനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്, യോഗത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മുരളിയുടെ സാരം, കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം.
ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ബാബയെയും വീടിനെയും ഓർമ്മിക്കൂ. അതാണ് നിങ്ങളുടെ ആത്മാവ് ശക്തിശാലി ആയി എന്നതിന് തെളിവ്. കർമ്മം ചെയ്യുമ്പോഴും ഇരിക്കുമ്പം അവിടെ ഓർമ്മയുണ്ടാവും, അത് കുറച്ച് ഈസിയാണ്. കർമ്മം ചെയ്യുമ്പോൾ പോലും ശുഭ അവിടെ ഓർമ്മയുണ്ടാവണം. അതാണ് ശക്തിശാലി ആത്മാവിൻ്റെ അടയാളം. ഇന്നത്തെ മുരളിയുടെ ചോദ്യം, എന്തിനാണ് ബാബയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറയാം? എന്തിനാണ് ബാബയെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയാം? അല്ലേ, ബാബ ആദരിക്കുന്നു എന്നതിന് എന്തിനാ പറയാം ആദരിക്കുന്നു എന്ന്? ബാബ നിരാകാരിയാണ് അല്ലേ. മനുഷ്യരാണെങ്കിൽ നമുക്ക് അവരുടെ പാദം തൊട്ട് വന്നിക്കാം അല്ലേ, അവരോട് വളരെ വിനയത്തോടെ സംസാരിക്കാം. ശിവബാബ നിരാകാരിയാണ്, കാലില്ല നമസ്കരിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ബാബ ആദരിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത്? ബാബ പറയണ, ജബ് തും ബച്ചേ ബാബ്കോ അച്ചി തരഹ് യാദ് കർത്തേ ഹോ. ശിവബാബയെ നന്നായിട്ട് ഓർമ്മിക്കുക എന്ന് വെച്ചാൽ എന്താ, ബാബയോട് ബഹുമാനമുണ്ട്. പറയണ, എനിക്ക് ബാബ ഓർമ്മിക്കാൻ നേരമില്ല, യോഗ ചെയ്യാൻ സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ബാബയോടുള്ള ഡിസ്റിഗാർഡാണ്, ബഹുമാനക്കുറവാണ്. ശരിക്കും സത്യത്തിൽ ബാബയല്ല ഡിസ്റിഗാർഡ് ചെയ്യുന്നത്, തന്നോട് തന്നെയാണ് ആദരവില്ലായ്മ കാണിക്കുന്നത്. ജസ്റ്റ് വലിയ വലിയ സ്പീച്ചൊക്കെ ചെയ്താൽ മാത്രം പോരാ, പിന്നെ ഓർമ്മയുടെ യാത്രയിലും നമ്പർ 1 ആവണം, വിജയിക്കണം. ചാർട്ട് എഴുതി മെഡിറ്റേഷൻ്റെ സ്ഥിതിയും സമയവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, കൂട്ടി കൊണ്ടുവരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മെഡിറ്റേഷനിലൂടെയാണ് ആത്മാ സദോപ്രധാനമാകുന്നത്. ഓം ശാന്തി. ആത്മീയ മക്കൾക്ക് ആത്മീയ അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സാക്കി തരാണ്. ये जो 84 चक्र का ज्ञान समझाया जाता है, ये तो एक नॉलेज है. 84 ജന്മങ്ങളുടെ ചക്രത്തെക്കുറിച്ചുള്ള ജ്ഞാനം ബാബ പറഞ്ഞ് മനസ്സാക്കി തരാണ്. അത് വിസ്ഡം, നോളേജ് എന്ന് പറയാം. जो तो हम बच्चों ने जन्म जन्मांतर पढ़ी है और धारण करते आए हैं. ബാക്കി ലോകത്തിലുള്ള അറിവ് നമ്മൾ ജന്മജന്മാന്തരം പഠിച്ചിട്ടുണ്ട്. ഈ ജ്ഞാനം ധാരണ ചെയ്യാനുള്ളതാണ്. ഇത് തികച്ചും സഹജമാണ്, ഇത് പുതിയ കാര്യമൊന്നുമല്ല. ബാബേട്ട് സംജാത്തെ സത്യുഗ് സേ ലേക്കർ കല്യുഗ് അന്ത് തക് തുമ്നെ കിറ്റ്നെ പുനർജന്മം ലിയേ ഹെ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ട്, മക്കളെ സത്യുഗ് ആരംഭം തൊട്ടിട്ട് കലിയുഗ് അന്ത്യം വരയ്ക്കും എത്ര പുനർജന്മം എടുത്തിട്ടുണ്ട്, അല്ലെ എത്ര ജന്മം എടുത്തിട്ടുണ്ട് നമ്മൾ അറിയാമോ? 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ജ്ഞാൻ തോ സഹജ രീതി ബുദ്ധിമേഹി, അല്ലെ ജ്ഞാനം സഹജമായിട്ട് കുട്ടികളുടെ ബുദ്ധിയിൽ പതിഞ്ഞിരിക്കുകയാണ്. ഇതും പഠിപ്പാണ്. ഇത് രചയിതാവിനെക്കുറിച്ചും രചനയെക്കുറിച്ചുമുള്ള ആദ്യം അന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ഇത് ശിവബാബ അല്ലാണ്ട് വേറെ ആർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ബാബ പറയണം, മക്കളെ ജ്ഞാനത്തിലൂടെ നിങ്ങളുടെ അവസ്ഥ ഉയർന്നതാകണം. യോഗത്തെ യാത്ര എന്നും പറയാറുണ്ട്. ജിസ്കോ योग कहा जाता है, योग अक्षर मशहूर है. നമ്മൾ എന്തിനാണോ യോഗം എന്ന് പറയുന്നത്, ആ യോഗം എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രശസ്തമാണ്. പക്ഷേ ഇത് ഓർമ്മയാകുന്ന യാത്രയാണ്. അല്ല, അവിടെ യോഗം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഫിസിക്കൽ യോഗമാണ് ഉദ്ദേശിക്കുന്നത്. ജैसे മനുഷ്യ യാത്ര पर जाते हैं, कहेंगे हम ഫലാനെ തീർത്ഥ യാത്ര पर जाते हैं. തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് തീർത്ഥാടനത്തിന് പോവുകയാണ്, ശ്രീനാഥിലേക്ക് അമർനാഥിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ അവർക്കത് ഓർമ്മയുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി, ആത്മീയ അച്ഛൻ വളരെ വലിയ ഓർമ്മയാകുന്ന യാത്രയാണ് പഠിപ്പിക്കുന്നത്. മക്കളെ എന്നെ ഓർമ്മിക്കൂ. ആ യാത്രയിലേക്ക് പോയവർ തിരിച്ചു വരാറുണ്ട്. വഹ യാത്ര ഹെ ജോ മുക്തിധാമേ ജാക്കർ നിവാസ് കർണ ഹെ. ഈ യാത്ര നമ്മളെ മുക്തിധാമത്തിൽ പോയിട്ട് നിവസിക്കാനായിട്ട് യോഗ്യരാക്കുന്ന യാത്രയാണ്. പാർട്ട് മേ ആനാ ഹെ, തിരിച്ച് നമുക്കിവിടെ വരണം പാർട്ട് അഭിനയിക്കാനായിട്ട്. പക്ഷേ ഈ പഴയ ലോകത്തിലേക്കല്ല നമ്മൾ മടങ്ങുന്നത്. ഈ പഴയ ലോകത്തിനോട് കുട്ടികൾക്ക് വിരക്തിയുണ്ട്. ഇത് വികാരങ്ങളുടെ ലോകമാണ്, അധർമ്മത്തിൻ്റെ ലോകമാണ്, രാവണൻ്റെ ലോകമാണ്. തോ മൂൽ ഭാഗത്തെ യാദക്കി യാത്ര. അതുകൊണ്ട് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് നമുക്ക് 4 വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ: ജ്ഞാനം, യോഗം, ധാരണ, സേവനം. ഈ 4ലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം ഓർമ്മയാണ്, മെഡിറ്റേഷനാണ്. ചില കുട്ടികൾ പറയാറുണ്ട്, ഈശ്വരൻ നിരാകാരിയാണ്, നിരാകാരി എങ്ങനെ ഓർമ്മിക്കുക എന്ന് പറയാറുണ്ട്.
कोई याद करते हैं व नहीं करते हैं, यह देखने में तो कोई चीज़് नहीं आती है. ഇനി ഇവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന്, ഇരിക്കുന്നുണ്ട്, പക്ഷേ മെഡിറ്റേഷൻ ആണോ ചെയ്യുന്നത് അതോ വേറെ എന്തെങ്കിലുമാണോ ഓർക്കുന്നത് എന്ന് നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാക്കാനും സാധിക്കില്ല. ബാബ പറയണ കുട്ടികളെ തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് അച്ഛനായി എന്നെ ഓർമ്മിക്കും. കണ്ണുകൊണ്ട് കാണാനൊന്നുമില്ല, നിരാകാരിയാണ് ഇല്ല, ഇത് മനക്കണ്ണുണ്ട്, അകക്കണ്ണുകൊണ്ടാണ് കാണേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യുന്ന അവർ മെഡിറ്റേഷൻ ആരാണോ മെഡിറ്റേഷൻ ചെയ്യുന്നത് അതിനെ അവർക്ക് കാണാൻ പറ്റില്ല. അവർ മെഡിറ്റേഷൻ തന്നെയാണോ ചെയ്യണത് എന്ന് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ये उस अवस्था में कहाँ तक याद की यात्रा में कायम रहते हैं. യോഗ ചെയ്യാൻ ഇരുന്നപ്പോൾ യോഗ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ തന്നെ നിൽക്കുന്നുണ്ടോ അതോ പിന്നെ മനസ്സ് സ്ലിപ്പായിട്ട് ലോകത്തിലെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്ന് അവരവർക്ക് മാത്രമേ അവരവരെ പരിശോധിക്കാൻ പറ്റുള്ളൂ. യുക്തികൾ ബാബ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. മംഗളകാരിയായിട്ടുള്ള അച്ഛൻ കുട്ടികളുടെ മംഗളത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് ശിവബാബയെ ഓർമ്മിക്കും. ബല അപ്പനെ സർവീസ് ബി കർത്തേ രഹോ, സേവനവും ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ കടമകൾ നിർവഹിക്കണം. ജैसे മിസാൽ പഹരേ പർ ബച്ചേ ഹെ, ചില കുട്ടികൾ വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. മധുവല്ലും ചില കുട്ടികൾ വാച്ച്മാൻ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അവർ ജസ്റ്റ് കറങ്ങിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കും, ചുറ്റുമട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവർക്ക് ഏറ്റവും സഹജം ഈശ്വരനെ ഓർമ്മിക്കാൻ അവർക്കാണ് ഏറ്റവും സഹജം, ഏറ്റവും ഈസി. ബാബ ഓർമ്മിച്ചുകൊണ്ട് തന്നെ നടക്കാം. ബാബയുടെ ഓർമ്മയിലാണ്ട് വേറെ ഒന്നും ഓർമ്മ വരാതിരിക്കാൻ അറ്റൻഷൻ വയ്ക്കണം. ബാബ എക്സാമ്പിൾ പറയുകയാണ്. ഉസ് യാദക്ക് യാത്ര മെഹി ആയേ ജായേ, ശിവബാബയുടെ ഓർമ്മയിൽ തന്നെ പോകണം, വരണം, നടക്കണം. എങ്ങനെ പാതിരിമാരുടെ എക്സാമ്പിൾ ബാബ എപ്പോഴും പറയാറുള്ളതാണ്. അവർ നടക്കാൻ പോകുമ്പോൾ ശാന്തമായിട്ട് മൗനമായിട്ട് ഒന്നും മിണ്ടാതെ നടക്കാറുണ്ട്. അവർ ജീസസിനെ ഓർമ്മിച്ചിട്ട് നടക്കാറുണ്ട്, സൈലൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് നടക്കാൻ പോകാറ്, പക്ഷെ സൈലൻ്റായിട്ടാണ് പോകാറ്. കുട്ടികളും അതേപോലെ വളരെ സ്നേഹത്തോടെ ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. നിങ്ങളുടെ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ഭഗത് ലോബി യഹി പുരുഷാർത്ഥ കർത്തവ്യത്തെ, ഭക്തന്മാരും തന്നെ ഈശ്വരൻ്റെ ഓർമ്മ ഉണ്ടാവാനായിട്ട് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം എന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അല്ലേ? എന്താ മരിച്ചതിന് ശേഷം ആത്മാവിന് എന്താ സംഭവിക്കുന്നത് ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കേണ്ട കലിയുഗം പൂർത്തിയാകും, അപ്പോൾ പോകാൻ പറ്റുമായിരിക്കാം എന്ന്. അവർക്കും ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഴമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആരും തന്നെയില്ല. കുട്ടികൾക്കാണെങ്കിൽ നേരിട്ട് അച്ഛൻ തന്നെ പഠിപ്പിച്ചു തരാണ്. ബാബ വീണ്ടും വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യുന്നവരോട് ഒരു എക്സാമ്പിൾ പറയാണ്. അവർക്ക് നല്ല ഏകാന്തതയുണ്ട്, അതുകൊണ്ട് അവർക്ക് എത്ര ബാബ ഓർമ്മിക്കുന്നോ അത്ര നല്ലത്. ഈശ്വരൻ്റെ ഓർമ്മ പാപത്തെ ഭസ്മീകരിക്കുന്നു. ജന്മജന്മാന്തരം ചെയ്ത പാപങ്ങളുടെ ഭാരം തലയുടെ മുകളിലുണ്ട്. जो पहले सदो प्रधान बनते हैं രാമരാജ്യം में भी पहले वही जाते हैं. ആദ്യം സദോ പ്രധാനമാകുന്നവർക്കാണ് ആദ്യം രാമരാജ്യത്തിൽ സത്യയുഗത്തിലും ആദ്യം ഇവിടെ ഇറങ്ങി വരാൻ സാധിക്കുക. तो उनको ही सबसे जास्ती याद की यात्रा में रहना है. അതുകൊണ്ട് ആദ്യം വരേണ്ടവരാണ് ഏറ്റവും കൂടുതൽ ഈശ്വരനെ ഓർമ്മിക്കേണ്ടത്. ഇത് ഈ ഒരു കൽപ്പത്തെ കാര്യമല്ല, കൽപ്പകൽപ്പാന്തരങ്ങളിലെ കാര്യമാണ്. അതുകൊണ്ട് ബാബ വീണ്ടും പറയാണ്, വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് നല്ല ചാൻസാണ്. ഇവിടെ യുദ്ധമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, യുദ്ധത്തിൻ്റെ വിഷയമൊന്നും ഉദിക്കുന്നില്ല. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ചിലപ്പോൾ ഒരു സ്ഥലത്ത് മിണ്ടാതിരിക്കാറുണ്ട്. അങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴും രണ്ട് കാര്യം ചെയ്യൂ. ഒന്ന് വാച്ച്മാൻ ഡ്യൂട്ടിയും ചെയ്യൂ, ശ്രദ്ധിക്കും ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അച്ഛനെ ഓർമ്മിക്കണം. കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കാൻ പറ്റും, ഇല്ല കയ്യും കാല കർമ്മം ചെയ്യണത് മനസ്സും ബുദ്ധി ഫ്രീ ആണെങ്കിൽ ബാബയെ ഓർമ്മിക്കാൻ പറ്റും. വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഡബിൾ നേട്ടമുണ്ട്. പകൽ ഡ്യൂട്ടി ചെയ്യുന്നവരായിക്കോട്ടെ, രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവരായിക്കോട്ടെ, വളരെയധികം നേട്ടമുണ്ട് അവർക്ക്. ഇത് ശീലമാകണം, അല്ലേ? നിരന്തരം ബാബയുടെ ഓർമ്മയുണ്ടാകാനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് ശീലമാകണം. ബാപ്പിനെ യഹ സർവീസ് ബഹുത്ത് അച്ചി ദി ഹെ. അതുകൊണ്ട് വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് നല്ല ഡ്യൂട്ടിയാണ് ബാബ കൊടുത്തിരിക്കുന്നത്, നല്ല സേവയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ചെയ്യാം, കാവലും നിൽക്കാം, പിന്നെ അച്ഛനെ ഓർമ്മിക്കാം. യഹ ബി ചാൻസ് മിൽത്താ ഹെ ബാപ്പ് കോ യാദ് കർനെ കാ.
അതുകൊണ്ട് സേവ എന്നുള്ള പേരിൽ അച്ഛനെ ഓർമ്മിക്കാനുള്ള ചാൻസ് കിട്ടുകയാണ്. ഇങ്ങനെ ഭിന്നമായിട്ടുള്ള യുക്തികൾ ബാബ പറഞ്ഞു തരികയാണ് കുട്ടികൾക്ക് അച്ഛനെ ഓർമ്മിക്കാനായിട്ട്. ജഹാ തും ജിത്ന യാദ് മേ രഹെങ്കെ ഉത്ന ബാഹർ ദന്തേ ആദ്യമേ നഹി. മധുബനിലുള്ള സമയത്ത് സെൻറ്ററിലുള്ളപ്പോൾ എത്രത്തോളം നമുക്ക് ഏകാഗ്രമായിട്ട് ബാബ ഓർമ്മിക്കാൻ പറ്റും, അത്ര പുറം ലോകത്ത് പോകുമ്പോൾ നമുക്ക് അത്ര ഓർക്കാൻ സാധിക്കില്ല. വെച്ചാൽ അവിടുത്തെ വായുമണ്ഡലം ഇത്രത്തോളം സാത്വികമല്ല. അതുകൊണ്ട് പിന്നെ മാത്രമല്ല മധുബനിൽ വരുമ്പോൾ നമ്മളെല്ലാ ജോലിയൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ മെഡിറ്റേഷനും ആധ്യാത്മിക ഉന്നമനത്തിനും ക്ലാസ് കേൾക്കാനും അതിന് വേണ്ടി മാത്രമായിട്ടാണ് വരണത്, വേറെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഫ്രീ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് റീഫ്രഷ് ആകാൻ സാധിക്കും. ഏകാന്തമായിട്ടിരുന്നിട്ട് അവിടെ കുറേ മലകളൊക്കെ ഉണ്ട്, ബാബ പഹാടി എന്നിട്ട് സ്ഥലമുണ്ട്, ആൾക്കാർ അവിടെയൊക്കെ പോയിരുന്ന് യോഗ ചെയ്യാറുണ്ട്. സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്, അവിടെ പോയി യോഗ ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ പർവ്വതങ്ങളൊക്കെ ഉണ്ട്. 2 പേരും 3 പേരും ഒരുമിച്ച് പോകാം, ഒറ്റയ്ക്ക് വേണമെങ്കിലും പോകാം, ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും പോകാം. അങ്ങനെ മധുബനിൽ വരുന്ന സമയത്ത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നല്ല ചാൻസാണ്. യഹി മുഖ്യ ഹേ ബാപ്കം. വെച്ചാൽ എന്താണെങ്കിലും മധുബനിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഏറ്റവും മുഖ്യം മെഡിറ്റേഷൻ ഉണ്ടായിരിക്കണം എന്നാണ്, യോഗ ഉണ്ടായിരിക്കണം എന്നതാണ്. ഭാരതത്തിൻ്റെ ഈ പ്രാചീനമായിട്ടുള്ള രാജയോഗം വളരെ പ്രശസ്തമാണ്. അപ്പോൾ തും സമസ്തോ ഈ യാദക്ക് യാത്രാസേ പാപ് കെടുത്തേ. നിങ്ങൾക്ക് മനസ്സിലായി, ഈ മെഡിറ്റേഷൻ ഈ ഓർമ്മയാകുന്ന യാത്രയിലൂടെയാണ് പാപങ്ങൾ ഭസ്മീകരിക്കപ്പെടുന്നത്, ആത്മാവ് സദോപ്രധാനമായി തീരുന്നത്. ഇവിടെ നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യണം. ബഹാദുരി തോ ഇസ്മേ ഹേ ജോ കാം കർത്തെ ബാപ് കോ യാദ് കർ ദിക്ലാത്തെ ഹേ. ശക്തിശാലിയായിട്ടുള്ളവർ ജോലി ചെയ്യുമ്പോഴും ബാബ ഓർമ്മിക്കും, അല്ലെ? ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഓർക്കുക എന്നുള്ളത് അതെല്ലാവർക്കും പറ്റും. ബാക്കി എല്ലാ ജോലിയും വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ മനസ്സ് എവിടെ അലയാതെ ബാബയുടെ ഓർമ്മയിൽ ഏകാഗ്രമായിട്ടിരിക്കാൻ പിന്നെയും കുറേ കൂടെ ഈസിയാണ്. കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മ ഉണ്ടാവണം, അതാണ് സാമർത്ഥ്യം. കർമ്മവും ചെയ്യണം, അല്ല കടമകൾ നിർവഹിക്കണമല്ലോ. ഗൃഹസ്ഥത്തിലവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഗൃഹസ്ഥത്തിലെ ഉത്തരവാദിത്തങ്ങളും ജോലി സ്ഥലത്തെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കണം. അതിനോടൊപ്പം ശിവബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം. മക്കളെ, ഇതിലാണ് നിങ്ങൾക്ക് വളരെ വളരെയധികം സമ്പാദ്യമുള്ളത്. ബൽ അഭി കോയി കൈ ബച്ചോങ്കി ബുദ്ധിമേ നഹി ആത്ത ഹെ. പക്ഷേ നിരവധി കുട്ടികളുടെ ബുദ്ധിയിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല, മെഡിറ്റേഷൻ്റെ പ്രാധാന്യം. കത്തെ ഹേ ചാർട്ടൊക്കെ, അതുകൊണ്ടാണ് ബാബറിനെ ചാർട്ട് എഴുതിയിട്ട് മെഡിറ്റേഷൻ്റെ അവസ്ഥയിൽ പ്രോഗ്രസ് ഉണ്ടോ, കൂടുതൽ സമയം മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ, എത്ര നേരമോ അത്ര നേരം ഏകാഗ്രതയോടെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ചാർട്ട് എഴുതി ആത്മപരിശോധന നടത്തൂ എന്ന് ചില കുട്ടികളൊക്കെ എഴുതാറുണ്ട്. ഇതൊക്കെ ബാബ നമ്മുടെ ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടി തരുന്ന യുക്തികളാണ്. ബച്ചേ ചാത്തെ ഹേ ബാബാക്കെ പാസ് ജായേ. കുട്ടികൾക്കും ആഗ്രഹമുണ്ട്, അല്ലേ? ബാബ മധുബനിൽ പോകണം, ബാബ അടുത്ത് പോകണം, മെഡിറ്റേഷൻ ചെയ്യണം, സെൻറ്ററിൽ പോകണം. എന്താ വെച്ചാൽ ഇവിടെ വരുമ്പം ആധ്യാത്മികമായിട്ടുള്ള നല്ല വരുമാനം സമ്പാദിക്കാൻ പറ്റും. ഇവിടെ നന്നായിട്ട് ഏകാന്തതയിൽ ലഭിക്കുന്നുണ്ട്. മധുബനിലാകുമ്പോൾ ബാബ സന്മുഖത്തിരുന്നിട്ട് ജ്ഞാനം പറഞ്ഞു തരികയാണ്. മക്കളെ, എന്നെ ഓർമ്മിക്കും, അപ്പോഴേ നിങ്ങളുടെ പാപങ്ങൾ ഭസ്മീകരിക്കപ്പെടുള്ളൂ. ജന്മജന്മാന്തരങ്ങളിലെ പാപം സദസ്സിൻ്റെ മുകളിലുണ്ട്. ചില സ്ഥലത്തൊക്കെ പിന്നെ അവർ പവിത്രമായിട്ടുള്ള ജീവിതം നയിക്കുന്ന കാരണം വീട് വഴക്കുണ്ടാക്കാറുണ്ട്, വിഘ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവർ ബാബയോട് പറയും, ബാബ എന്നെ പവിത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. ബാബ പറയണം, മക്കളെ, നിങ്ങൾ ഓർമ്മയാകുന്ന യാത്രയിലിരുന്നിട്ട് ജന്മജന്മാന്തരത്തെ പാപങ്ങളെ ഭസ്മീകരിക്കും, ആ ഭാരത്തെ ഇല്ലാണ്ടാക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മാർഗവും കുറെ കൂടെ ക്ലിയർ ആകും, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വീട്ടിലിരുന്നുകൊണ്ടും അച്ഛനെ ഓർമ്മിക്കും. യാദത്തോ കഹാംബി ബേട്ട് കർ സക്തേ ഹോ. എവിടെ ഇരുന്നിട്ടാണെങ്കിലും അച്ഛനെ ഓർമ്മിക്കാം. കഹാംബിയിലത്തെ പ്രാക്ടീസ് കർണി ഹെ. നിങ്ങൾ എവിടെയാണെങ്കിലും ഇത് അഭ്യസിക്കണം. ജോബിയായ ഉൻകോബി പേഗാം ദോ. നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഈ സന്ദേശവും കൈമാറും. ബാബറിനെ തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കും. ഇതാണ് യോഗബലം എന്നറിയപ്പെടുന്നത്. ബലം എന്ന് വെച്ചാൽ ശക്തി. അച്ഛനെ സർവശക്തിമാൻ എന്നല്ലേ പറയാറ്. തോ വ ശക്തി ബാബ്സെ കേസേ മിലേഗി. ആ ശക്തി ബാബയിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കുക, ലഭിക്കുക? ബാബ സ്വയം അതിനുള്ള വഴി പറഞ്ഞു തരികയാണ്. മക്കളെ, എന്നെ ഓർമ്മിക്കൂ എന്നല്ലേ. നമ്മൾ ആരെ ഓർമ്മിക്കുന്നു അതുപോലെയാകും. ബാബയെ ഓർമ്മിക്കുമ്പം ബാബയെ പോലെ ആകും. ഏത് ഗുണമാണ് ഓർമ്മിക്കുന്നത് അത് നമ്മുടെ ആയി മാറും. നിങ്ങൾ ആത്മാവ് ശക്തി ക്ഷയിച്ച് താഴെ ഇറങ്ങി തമോ പ്രധാനമായിട്ട് മാറി. മുഴുവനും ശക്തി ഇല്ലാണ്ടായി, നഷ്ടപ്പെട്ടു. ഇപ്പം 1% പോലും പവറില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി.
സത്യത്തിനോട് ഉപമിക്കുമ്പോൾ വളരെയധികം താഴെ ഇറങ്ങി. തുമാരെ മേ ബി കൊയ് ഹേ ജോ അച്ചി രീതി സംജാത്തെ. നിങ്ങളിലും ചില കുട്ടികൾ കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിവുള്ളവരാണ്. അവർ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? എൻ്റെ ഓർമ്മയുടെ ചാർട്ട് തൃപ്തികരമാണോ? വേണ്ടത്ര എനിക്ക് ഈശ്വരൻ്റെ ഓർമ്മ ഉണ്ടോ? ബാബ് സബ് ബച്ചോക്കോ കത്ത് യാദ് കി യാത്ര മുഖ്യ ഹെ. എല്ലാ കുട്ടികളോടും ബാബ പറയുന്നത് ഇതാണ്, മക്കളെ, ഓർമ്മയാകുന്ന യാത്രയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. ഓർമ്മിക്കുന്നതിലൂടെയാണ് പാപങ്ങൾ ഭസ്മീകരിക്കപ്പെടുന്നത്. ഭല കൊയ് സാവധാൻ കർണേ വാല ബി നഹി ഹോ तो भी बाप को याद कर सकते हो ना. ഗതിയിലിട്ട് ആരെങ്കിലും ദൃഷ്ടി തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടൊക്കെ ഇടണം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കമൻട്രി തരണം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കണം, പോയിട്ട് യോഗ ചെയ്യുന്ന ഓർമ്മിപ്പിക്കണം. അതിനൊന്നും ആരും ഇല്ലെങ്കിൽ പോലും നമ്മൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കണം, നമ്മൾ യോഗ ചെയ്യണം. कोई शादी किया हुआ है स्त्री और कोई जगह है, കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്, ഭാര്യ വേറെ സ്ഥലത്താണ്, ഭർത്താവ് വേറെ സ്ഥലത്താണെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുന്ന ഇന്ന സ്ഥലത്ത് പോയിട്ട് ബ്രഹ്മകുമാരീസിൽ പോയിട്ട് മെഡിറ്റേഷൻ പഠിക്കണം, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. ഒരേ ഒരു ഈശ്വരനെ ഓർമ്മിക്കാൻ ഈ സമയം കണ്ടെത്തണം. അപ്പോൾ ജന്മജന്മാന്തരത്തെ പാപങ്ങൾ ഭസ്മീകരിക്കപ്പെടും. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ബാബ നല്ല നല്ല യുക്തികൾ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. പിന്നെ അനുസരിച്ചാലും ഇല്ലെങ്കിലും അവരവർക്ക് കൊള്ളാം, അത് അവരുടെ ഇഷ്ടമാണ്. ബാക്കി ബാബ പറഞ്ഞു തരേണ്ടത് ബാബയുടെ കടമ ബാബ നിർവഹിക്കുകയാണ്. കുട്ടികൾ മനസ്സിലാക്കുകയാണ് ബാബ നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്, നിർദ്ദേശങ്ങളാണ് തരുന്നത്. എൻ്റെ ഉത്തരവാദിത്തമാണ് ബന്ധുമിത്രാദികളിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അത് പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും മെസ്സേജ് എത്തിക്കണം. ദോസ്ത് ഹോ യാ കോയി ബി ഹോ, സർവീസ് കാ ഷോക്ക് ചായേ, ഫ്രണ്ട്സിന് ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. സേവ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം. നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ബാഡ്ജുണ്ട്, ബാഡ്ജിലും തന്നെ ലക്ഷ്മിനാരായണൻ്റെ ചിത്രമുണ്ട്, മറുഭാഗത്ത് ത്രിമൂർത്തികളുടെ ചിത്രമുണ്ട്. ഇത് കാണിച്ചിട്ട് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ ലക്ഷ്മിനാരായണനെക്കുറിച്ച് ജ്ഞാനം പറഞ്ഞു കൊടുത്തിട്ട് അത് ശരിക്കും മനസ്സിലാക്കിയ ആൾക്ക് ലക്ഷ്മിനാരായണനെ പോലെ ആകാൻ പറ്റും. ത്രിമൂർത്തികളുടെ ചിത്രവും നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ത്രിമൂർത്തികളുടെ ചിത്രത്തിൽ മുകളിൽ ശിവബാബയെ കാണിച്ചിട്ടുണ്ട്. ഈ ത്രിമൂർത്തികളിൽ കൂടെ സൃഷ്ടി സ്ഥിതി സംഹാരമാകുന്ന കർത്തവ്യം ചെയ്യുന്നത് ശിവബാബയാണ്. മുകളിലതുണ്ട്. ലോകത്തുള്ളവരുടെ ത്രിമൂർത്തികളുടെ ചിത്രത്തിൽ മുകളിൽ ശിവബാബയെ കാണിച്ചിട്ടില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മഹാദേവൻ്റെ ചിത്രമാണ് മനസ്സിൽ വരിക. പിന്നെ തപസ്വിയായിട്ടുള്ള മഹാദേവൻ. ബാബ പിന്നെ പറയും ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന്. ഭഗവാന്റെ പേരെന്താ, രൂപം എന്താ, എവിടെയാണ് വസിക്കുന്നത്, എപ്പോഴെവിടെ അവതരിക്കുക തുടങ്ങി ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയായത്. അച്ഛനറിയില്ലെങ്കിൽ അനാഥ പിള്ളേരല്ലേ, അപ്പോൾ പരസ്പരം അടിച്ചും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ജീവിതമാകുന്ന കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹേ പതിത പാവന, ഇവിടെ വന്ന് പതിതരായ ഞങ്ങളെ പാവനമാക്കിയാലും എന്ന് വിളിക്കുന്നുണ്ട് ഈശ്വരനെ. പിന്നെ സർവ്വവ്യാപിയാണ് ഭഗവാൻ എന്നും പറയും. അങ്ങനെ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇതിനെ വിളിക്കുന്നത് പറയണ നോക്കി. എത്ര ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ എത്ര തെറ്റുകളിലാണ് ആൾക്കാർ പെട്ടുകിടക്കുന്നത്. ബാബ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാണ്, കുട്ടികളെ ഇങ്ങനെയൊക്കെ വേണം പ്രഭാഷണം ചെയ്യാനായിട്ട്. ബാബി ഡയറക്ഷൻ ദേത്തെ രഹത്തെ ഹെ. എസ് എ മ്യൂസിയം കോലോ, ബാബ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ തരാണ്. മ്യൂസിയമൊക്കെ ഓപ്പൺ ചെയ്യൂ, സേവ ചെയ്യൂ. അപ്പോൾ നിരവധി പേര് വരും. സർക്കസ് ബി ബഡേ ബഡേ ഷഹരോമേ കൊൽത്തെ ഹെന്ന. സർക്കസ് ടീം അവർ ഓരോ വലിയ വലിയ നഗരങ്ങളിൽ പോയിട്ട് സർക്കസ് വയ്ക്കാറുണ്ട്, സംഘടിപ്പിക്കാറുണ്ട്. എത്ര സാധനങ്ങൾ അവരുടെ അടുത്ത്, ഇതെല്ലാം പൊക്കിയെടുത്തിട്ട് പോകും അവർ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കും. ഗ്രാമങ്ങളിൽ നിന്നൊക്കെ, അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കാണാൻ വരാറുണ്ട്. അതേപോലെ നിങ്ങളും മ്യൂസിയം ഓപ്പൺ ചെയ്യും. എന്നിട്ട് ഗ്രാമാന്തരങ്ങളിൽ ഇതുപോലൊരു മ്യൂസിയം ഉണ്ട്, വന്ന് കാണൂ, മനസ്സിലാക്കൂ എന്ന് മെസ്സേജ് കൊടുക്കൂ. നല്ല ആധ്യാത്മിക അന്വേഷകന്മാർ ഇത് കണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയാൽ വളരെയധികം സന്തോഷിക്കും. മറ്റുള്ളവർക്കും പോയി പറഞ്ഞു കൊടുക്കും. ये भी समझ जाते हैं जो कुछ സർവീസ് होती है കൽപ്പ പഹലെ മിസൽ होती है. അപ്പോൾ അവരുടെ മക്കളെ ഓരോ കൽപ്പവും എങ്ങനെയാണോ സേവനം നടന്നത് അതുപോലെയാണ് ഇപ്പോഴും സേവനം നടക്കുന്നത്. പരന്തു സദോ പ്രധാൻ ബന്നേക്ക ഓന ബഹുത് രഖ്ന ഹെ. സദോ പ്രധാനമാകണം എന്ന ചിന്ത കുട്ടികൾക്കുണ്ടായിരിക്കണം. അല്ല, എൻ്റെ ഉള്ളിൽ പരിവർത്തനം വരണം, എൻ്റെ ഈ ഉള്ളിലുള്ള ഈ നെഗറ്റിവിറ്റീസ്, ഈ ദൗർബല്യങ്ങൾ
അതിനെനിക്ക് ഇല്ലാണ്ടാക്കണം എന്ന ചിന്ത ഉണ്ടായിരിക്കണം. ഇനി എൻ്റെ അടുത്ത് യാതൊരു തെറ്റും വരാതിരിക്കണം എന്ന് അറ്റൻഷൻ വയ്ക്കണം. മായ ഓർമ്മയാകുന്ന യാത്രയിൽ വിഘ്നമിടാറുണ്ടല്ലോ. എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ബാബ ഓർമ്മയ്ക്കായിരിക്കുമ്പോൾ മനസ്സ് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഈശ്വരനേക്കാൾ പ്രാധാന്യം അതിന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിനോട് നമുക്ക് ബാലൻസ് വേണം. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ വീക്ക്നെസ് എന്താണ് എന്ന്. അവരുടെ ഹൃദയത്തിനോട് തന്നെ അവരോട് ചോദിക്കണം. ഇറ്റ്ന ഹംകോ ഷോക്ക് മേനത്ത് കർത്തേ ഹെ, അത്രത്തോളം എനിക്ക് ആധ്യാത്മിക ഉന്നമനത്തിൽ താല്പര്യമുണ്ടോ? അത്രത്തോളം ഞാൻ ശ്രദ്ധിച്ചിട്ട് അറ്റൻഷൻ വെച്ചിട്ട് പരിവർത്തനം കൊണ്ടുവരുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ബാപ്പ് ബിഗർ 84 കാ ചക്ര കോയി സംജാനാ സക്കെ. ബാബ അല്ലാണ്ട് വേറെ ആർക്കും നമുക്ക് ഒരു കൽപ്പത്തിൽ നമ്മൾ എത്ര ജന്മം എടുക്കുന്നുണ്ട്, എന്തൊക്കെയായിട്ട് ജനിക്കണതെന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാക്കി ഏറ്റവും പ്രധാനം, ജ്ഞാനത്തെക്കാൾ മുഖ്യമാണ് മെഡിറ്റേഷൻ, യോഗം. പിച്ചാടമേ കൊയ്ബി യാദ്നായ, അന്തിമ സമയത്ത് ആത്മാദേഹ വിടുമ്പം വേറെ ഒന്നും ഓർമ്മ വരരുത്. ഒരു ഈശ്വരൻ്റെ മാത്രം ഓർമ്മയുണ്ടായിരിക്കണം. ഡയറക്ഷൻ തോ ബാപ്പ പൂരെ ദേത്തെ രേത്തെ ഹെ. ആ അവസ്ഥയിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ബാബ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ബാബ അടിവരയിട്ട് പറയണം, മക്കളെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഓർമ്മയാകുന്ന യാത്രയാണ്. തും കോയി കോബി സംജാ സക്തേ ഹോ. ആർക്ക് വേണമെങ്കിലും നിങ്ങളിത് പറഞ്ഞു കൊടുക്കാം, അല്ലേ? ജാതി മത ഭേദമന്യേ ഏത് നാട്ടുകാരാണെങ്കിലും അല്ലെ, എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാം. ബൽ കോയി ബി ഹോ തും സിറഫ് ബാഡ്ജ് പർ സംജാവോ. ഇനി നിങ്ങളടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ, ചിത്രങ്ങളൊന്നുമില്ല, ബുക്കൊന്നുമില്ലെങ്കിലും ബാഡ്ജ് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓർ കോയി പാസ് ഏസെ അർത്ഥ സഹിത് മെഡൽ നെഹി ഹോത്തെ. വേറെ ആരുടെടുത്തും ഇങ്ങനെ അർത്ഥമുള്ള മെഡൽ, ഇങ്ങനത്തെ ബാഡ്ജൊന്നും വേറെ ആരുടെടുത്തും ഇല്ല. മിലിറ്ററിയിലുള്ളവരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, നല്ല എന്തിലൊക്കെ നല്ലതൊക്കെ ചെയ്തവർക്ക് പതക്കം കൊടുക്കാറുണ്ട്, അല്ലേ? മെഡൽ കൊടുക്കാറുണ്ട്. റായ സാഹേബ് മെഡൽ എല്ലാവരും നോക്കാറുണ്ട്. ഇവർക്ക് ഇന്നമാര് മെഡൽ കിട്ടിയിട്ടുണ്ട്, വൈസ്രോയ് ഇദ്ദേഹത്തിന് ഇന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇന്ന അവാർഡ് കൊടുത്തിട്ടുണ്ട്. ആകെ വൈസ്രോയ് ഹോത്തേത്തെ. അഭിത്തോ ഉൻകെ പാസ് കൊയ് പവർ നഹി ഹെ. പണ്ടൊക്കെ വൈസ്രോയ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വൈസ്രോയ്ക്കും പവറൊന്നും ഇല്ലാണ്ടായി. ഇപ്പോൾ തലപ്പത്തുള്ള ആൾക്കാർക്കും പവറൊന്നുമില്ല, ആരെയും അനുസരിക്കില്ല, അങ്ങനെയായി. ഇപ്പോൾ നോക്കി എത്ര പരസ്പരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യ എത്ര വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ താമസിക്കാനും ഇത്രയും പേർക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ട എല്ലാം. അബി ബാബ സ്വർഗ് की स्थापना कर रहे हैं, इतने सब कलास हो, ബാക്കി കിറ്റ്നെ തോടെ ജാക്കർ रहेंगे. ബാബ ഇപ്പം സ്വർഗ്ഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനസംഖ്യയുണ്ട് ഇവിടെ, സ്വർഗത്തിൽ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ജമീൻ ഠേർ ഹോങ്കെ, അവിടെ ജനസംഖ്യ വളരെ കുറച്ചാണ്. ഇതേ ഭൂമി തന്നെയാണ്, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടതിൽ പല സ്ഥലമുണ്ട്. മാത്രം സബ് കുച്ച് നയാ ഹോക, അവിടെ എല്ലാം റീഫൈൻ ആയിട്ടുണ്ടാവും. ഇതെല്ലാം ആ വിനാശ സമയത്ത് എല്ലാം പ്യുവറാകും, പവിത്രമാകും. ഉസ് നയി ദുനിയാമേ ചലനേക്കയിലെ ഫിർ അച്ചി രീതി പുരുഷാർത്ഥ കർണ ഹെ. ആ പുതിയ ലോകത്തിലേക്ക് പോകാനായിട്ട് കുട്ടികൾ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. ഹരേക് മനുഷ്യ പുരുഷാർത്ഥ കർത്തേ ഹെ ബഹുത് ഊഞ്ച് പദ് പാന്നേക്കാം. എല്ലാവരും ഉയർന്ന പദവി നേടാൻ വേണ്ടിയിട്ട് പുരുഷാർത്ഥം ചെയ്യാറുണ്ട്. കൊയ് പൂരാ പുരുഷാർത്ഥ നഹി കർത്തേ തോ സമസ്തേ നാപാസ് ഹോ ജായെങ്കിൽ. കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ ടീച്ചർക്ക് തന്നെ മനസ്സിലാവും, അച്ഛനമ്മയ്ക്ക് തന്നെ മനസ്സിലാവും ഞാൻ തോറ്റുപോകുന്നു, അവരോർക്കും തന്നെ മനസ്സിലാവും ഞാൻ തോറ്റുപോകും എന്ന്. അപ്പോൾ പിന്നെ പഠിപ്പൊക്കെ വിട്ടിട്ട് എനിക്കൊന്നും പഠിച്ചാൽ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പൊക്കെ വിട്ടിട്ട് ജോലിക്ക് പോകാറുണ്ട്. ആജ്കൽ तो नौकरियों में भी बहुत कड़े कायदे निकलते रहते हैं. ഇന്നത്തെ കാലത്ത് ജോലി സ്ഥലത്തും സാധാരണ ഒന്നുമല്ല, നല്ല നിയമങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യ ബഹുത് ദുഃഖി ഹെ, എല്ലാവരും ഇന്ന് ദുഃഖിതരാണ്. അപ്പോൾ ബാബ തുമക്കോ ऐसा रास्ता बताते हैं जो कि इस जन्म कभी दुख का नाम नहीं रहेगा. ഇനി 21 ജന്മങ്ങളിലേക്ക് 2500 വർഷം ദുഃഖം എന്ന വാക്ക് നമ്മുടെ ഭാഷയിൽ ഇല്ലാത്തതുപോലെയുള്ള ജീവിതം ഉണ്ടാകാനുള്ള അറിവാണ് ബാബ നമുക്ക് തരുന്ന. അങ്ങനത്തെ വഴിയാണ് കാണിച്ചു തരുന്നത്. ബാബ്കത്തെ സിറഫ് യാദ് യാത്ര മേരഹും. ബാബയുടെ മക്കളെ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ പാപങ്ങളും ഭസ്മാകും, സംസ്കാരവും ചേഞ്ച് ആകും, സ്വഭാവം നന്നാകും. കഴിവിൻ്റെ പരമാവധി അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തമാണ് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. ബൽ ലേറ്റേ ഹോയി അത് കറോ. ഇനി എന്തെങ്കിലും അസുഖമാണെങ്കിൽ, ഇരിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ കിടന്നുകൊണ്ടാണെങ്കിലും ഓർമ്മിക്കും. കോഴിക്കോ ഫിർ നീന്താ ജാത്തിയ. പക്ഷേ കിടന്നുകൊണ്ട് ഓർമ്മിച്ചാൽ ഉറക്കം വരും. അവിടെ ഇരുന്ന് തന്നെ ഓർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആർക്കാണോ ഒട്ടും വയ്യ, ഇരിക്കാൻ വയ്യ,
പ്രായാധിക്യം കാരണം അല്ലെങ്കിൽ അസുഖം കാരണം ബുഡ്ഢാ ഹോഗ, ജാസ്തി ബേറ്റ് നെഹി സക്കേഗ, പ്രായമായതുകൊണ്ട് അധികം നേരം ഇരിക്കാൻ വയ്യ. അപ്പോൾ ശരി, സാറിൽ കിടന്നുകൊണ്ട് വേണമെങ്കിലും, പക്ഷെ ഓർക്കണം, ലേറ്റ് ഹുയെ ബാപ്പോ യാദ് കർത്തേ രഹേങ്കെ. കിടന്നുകൊണ്ടാണെങ്കിലും ബാബ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ബഡി ഖുഷി അന്തർമേ ഹോത്തി രഹേഗി ക്യോങ്കി ബഹുത് ബഹുത് കമ്മായി ഹെ. ഉള്ളിൽ നല്ല സന്തോഷം ഉണ്ടാവും. എന്താ വെച്ചാൽ ഇതിൽ വളരെയധികം സമ്പാദ്യമുണ്ട്. അല്ല, ആത്മീയ സമ്പാദ്യമുള്ളതിന് തെളിവാണ്. നമുക്കിത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരിക്കും. ഏത്തോ സമസ്ത ഹേ ടൈം പടാ ഹേ പരന്തു മോത് കാ കോയി ടിക്കാന നഹി ഹെ. ചിലർ വിചാരിക്കണം വിനാശത്തിന് ഇനിയും കുറേ സമയമുണ്ട്, പിന്നെ പുരുഷാർത്ഥം ചെയ്യാം എന്ന്. ഓക്കെ, വിനാശത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നത് എന്താ ഗ്യാരണ്ടി? അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികൾ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം ഇന്നത്തെ പ്രാവശ്യം പറഞ്ഞു ഇതല്ലേ, ഇന്നത്തെ മുരളി പ്രാധാന്യം കൽപ്പിക്കുന്നത് തന്നെ മെഡിറ്റേഷനാണ്, യോഗത്തിനാണ്. ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം തന്നെ ഓർമ്മയാകുന്ന യാത്രയാണ്. ബാഹർ ഷഹർ മേ തോ മുഷ്കിൽ ഹെ. നിങ്ങളുടെ നാട്ടിലേക്ക് പോകുമ്പം വലിയ ടൗണിലും പട്ടണത്തിലൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങളിൽ മനസ്സ് പെട്ടുപോകും. അപ്പം ഓർക്കാൻ പ്രയാസമാണ്. മധുബനിൽ വരുമ്പം, സെൻറ്ററിൽ വരുമ്പോഴൊക്കെ ബാബ ഓർമ്മിക്കാൻ നല്ല ചാൻസാണ്. സിർഫ് ഫിക്രാത്ത് കി ബാത്ത് നഹി ഇസ്ലിയെ യഹാ ചാറ്റ് ബടാത്തേ രഹു. അതുകൊണ്ട് വെറുതെ അവിടുത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ വരുമ്പം ഇവിടെ ഓർമ്മയുടെ ചാർട്ടിനെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഈ അവസരം ഉപയോഗിക്കൂ. തുമാര ക്യാരക്ടേഴ്സ് ബി ഇസേ സുധർത്തേ ജായെങ്കിൽ. എത്രത്തോളം നിങ്ങൾ യോഗ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടറും നല്ലതാകും. പരന്തു മായ ബടി ദുസ്തർ ഹെ. പക്ഷേ മായ അല്ലെ, ബാബ ഓർമ്മിക്കാതിരിക്കുമ്പം പല പല വിചാരങ്ങൾ മനസ്സിലേക്ക് കയറി വരും. മായ വളരെ വലിയ ശത്രുവാണ്. ഗർമേ രഹനെ വാലോം കോ ഇറ്റ്നാ കദർ നഹി രഹത്താ ഹെ ജിത്നാ ബാഹർ വാലോം കോ ഹെ. ചില സമയത്ത് പുറമേയുള്ള ആൾക്കാർ നന്നായിട്ട് ബാബ ഓർമ്മിക്കാറുണ്ട്. ബാബയുടെ സെൻട്രൽ താമസിക്കുന്നവർ ചിലപ്പോൾ കെയർലെസ് ആവാറുണ്ട്. അതുകൊണ്ട് സെൻട്രലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടും വിചാരിക്കരുത്, അല്ലേ. സെൻട്രലാണെങ്കിലും ഓർമ്മിച്ചാൽ, അറ്റൻഷൻ വെച്ചാലേ ബാബയുടെ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഫിർ ബി ഈ സമയം ഗോപുക്ക് റിസൾട്ട് അച്ചി ഹെ. എന്നാലും വർത്തമാന സമയത്ത് സഹോദരന്മാരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അമ്മമാർ നന്നായിട്ട് ചെയ്യാറുണ്ട്, സഹോദരന്മാർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൈ ബച്ചിയാ ലിഖ്തി ഹെ ഷാദിക്ക് ലേ ബഹുത് തങ് കർത്തെ ഹെ ക്യാ കറേ. ചില കുമാരിമാരൊക്കെ ഉണ്ട്, അവർക്ക് സമർപ്പണമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടുകാരൻ വിവാഹം കഴിക്കാനായിട്ട് ഒത്തിരി സമ്മർദ്ദം ചെലുത്തുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ബാബയ്ക്ക് എഴുതി ചോദിക്കാറുണ്ട്. മജ്ബൂത്ത് സെൻസിബിൾ ബച്ചിയ ഹോങ്കെ വഹ് കബി ഏസെ ലിഖെങ്കെ നഹി. ശക്തിശാലിയാണ്, ബുദ്ധിശാലിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എഴുതി ചോദിക്കും, അവർ വഴി കണ്ടുപിടിക്കും. അച്ഛനമ്മയല്ലേ, അല്ലേ, അച്ഛനമ്മയ്ക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പിടിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ. ലിഖ്തി ഹെ തോ ബാബ സമജ് ജാത്തെ. എഴുതുന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? അവർക്ക് മനസ്സിന് ശക്തിയില്ല, അതുകൊണ്ടാണ് എഴുത്തെഴുതുന്നത്. റീഡ് ബക്രി ഹെ. ആട്ടുകുട്ടിയാണ്, ഞാൻ എന്നുള്ള ഭാവമുണ്ട്. ഏതോ അപ്പനെ ഹാത്ത് മേ ഹെ ജീവൻ കോ ബച്ചാന. അവിടെ എൻ്റെ ജീവിതമാണ്, അത് എൻ്റെ തീരുമാനമായി ആയിരിക്കണം. എൻ്റെ ജീവിതം എങ്ങനെയാണ് ഏറ്റവും ഉത്തമമാകാൻ പോകണമെന്ന് അവരോട് തന്നെ തീരുമാനിക്കേണ്ടത്. ഈ ലോകത്തിൽ അനേക പ്രകാരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. അപ്പോൾ ബാബാത്തെ സഹജ് ബത്താത്തെ. ബാബ എത്ര സഹജമായിട്ടുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. തും ബച്ചേ തോ മഹാൻ ഭാഗ്യശാലി ഹോ. കുട്ടികൾ, നിങ്ങൾ വളരെ ഭാഗ്യശാലികളാണ്. ജോ ആക്കാർ സാഹിബ് ജാദേ ബൻ ജാത്തേ ഹോ. അവരുടെ സമർപ്പണമാവുന്നത്. രാജകുമാരിമാരെ പോലെ ബാബ അവരുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നത്. എത്ര ഉയർന്നതാക്കിയിരിക്കുകയാണ് ബാബ അവരുടെ ജീവിതത്തെ. ഫിർ ബി തും ബാപ്കോ ഗാലി ദേത്തേ ഹോ സോബി കച്ചി ഗാലി. ചില കുട്ടികൾ ബാബയെ വളരെ മോശമായിട്ട് കുറ്റം പറയാറുണ്ട്, നിന്ദിക്കാറുണ്ട്. ഇറ്റ്നെ തമോ പ്രധാൻ ബനേ ഹോ ജോ ബാത് മത് പൂച്ചോ. ചില ആൾക്കാർ അത്രത്തോളം തമോ പ്രധാനമായിരിക്കുകയാണ്, ചോദിക്കുകയും വേണ്ട. ഇസേ ജാസ്തി ഓർ ക്യാ സഹൻ കറെങ്കെ. സഹിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി സഹിക്കത്തക്ക അളവിനാണ് നിന്ദിക്കുന്നത്. കഹത്തെ ഹേ ജാസ്തി തങ്ക് കറെങ്കെ തോ ഖത്തം കർ ദേങ്കെ. ഒരുപാട് ശല്യപ്പെടുത്തിയാൽ കൊന്നുകളയും എന്ന് പറയാറുണ്ട് ആൾക്കാർ. അപ്പം ഇതൊക്കെ ബാബ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ശാസ്ത്രോമേത്തോ കഹാനിയ ലിഖ് ദീ ഹെ. ശാസ്ത്രങ്ങളിൽ ഇതൊക്കെ കഥകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബാബ കുട്ടികൾക്ക് സഹജമായിട്ടുള്ള യുക്തികൾ പറഞ്ഞു തരുന്നുണ്ട്. കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയുണ്ടെങ്കിൽ വളരെയധികം ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. അതിരാവിലത്തെ സമയം, ബ്രാഹ്മ മുഹൂർത്തം, അമൃതവേളയാണ് ബാബ ഓർമ്മിക്കാൻ ഏറ്റവും ഉത്തമം. അപ്പോൾ ഉണർന്നിട്ട് സ്നേഹത്തോടെ ബാബ ഓർമ്മിക്കണം.
അതിനോട് സ്നേഹത്തോടെ ബാബ ഓർമ്മിക്കുന്ന അവർക്ക് നല്ല ആനന്ദം അനുഭവിക്കാൻ പറ്റും. परंतु इतना शौक नहीं है, പക്ഷെ അത്ര താല്പര്യമില്ല കുട്ടികൾക്ക്. ടീച്ചർ സ്റ്റുഡൻറ്റ് की चलन से समझ जाते हैं ये फेल हो जाएंगे. വിദ്യാർത്ഥിയുടെ നടത്തം കണ്ട ടീച്ചർക്കറിയാം, പഠിത്തം കണ്ട അറിയാം ഇതിപ്പോൾ തോറ്റുപോയി കുട്ടി എന്ന്. ബാബയും പറയണേ കുട്ടികളെ തോറ്റുപോകും. ഈ ഒരു കൽപ്പത്തെ കാര്യമല്ല, കൽപ്പാന്തരം പിന്നെ അത് തന്നെയായിരിക്കും ആവർത്തിക്കപ്പെടുക. ബൽ ഭാഷണമേത്തോ ബഹുത്ത് ഹോഷിയാറെ, ചിലർ നന്നായിട്ട് പ്രഭാഷണം ചെയ്യാൻ അറിയാം, മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ മിടുക്കരാണ്. പ്രദർശനി ബി സമജ് ലേത്തെ ഹെ, എക്സിബിഷനൊക്കെ കാണിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമർത്ഥരാണ്. പക്ഷേ ബാബയെ ഓർമ്മിക്കുന്നില്ല, ഈ വിഷയത്തിൽ ഫെയിലാണ്. എ ബി ജैसे ഡിസ്റിഗാർഡ് करते हैं. ബാബ ഓർമ്മിക്കില്ല എന്നുള്ളത് ബാബയെ അവിടെ നിരാദരവ് കാണിക്കലാണ്. അപ്നാഹി करते हैं, ശരിക്കും പറഞ്ഞാൽ ബാബയോടല്ല അവരവരോട് തന്നെയാണ്. ശിവബാബാക്കത്തോ ഡിസ്റിഗാർഡ് ഹോത്താ നഹി. ആരെങ്കിലും ശിവബാബയെ നിന്ദിച്ചാലും അവഗണിച്ചാലും അതൊന്നും ബാബയുടെ എത്തുകയില്ല, ബാബ അതിനൊക്കെ ഉപരിയാണ്. ऐसे कोई कह ना सके कि हमको फुर्सत ही नहीं याद करने की. എനിക്ക് ശിവബാബ ഓർമ്മിക്കാൻ നേരെയില്ല എന്നാരും പറയാൻ സാധിക്കില്ല അല്ലേ. വെള്ളം കുടിക്കുമ്പോൾ ഓർമ്മിക്കാമല്ലോ, നടക്കുമ്പോൾ ഓർമ്മിക്കാമല്ലോ, ആഹാരം കഴിക്കുമ്പോൾ ഓർമ്മിക്കാമല്ലോ, അല്ലേ, എന്തെല്ലാം ജോലി ചെയ്യുമ്പോഴും ഓർമ്മിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ബാബ സമ്മതിക്കില്ല. സ്നാൻ പർ ബി യാദ് കർ സക്തേ ഹോ നാ, കുളിക്കുകയാണെങ്കിലും ആ സമയത്തും ബാബ ഓർമ്മിക്കാമല്ലോ. ഭോജൻ കർത്തേ സമയം ബാബ് കോ യാദ് കറോ, ആഹാരം കഴിക്കുമ്പോൾ ബാബ ഓർമ്മിക്കൂ. ഇസ്മേ ബഹുത് ബഹുത് കമ്മായി ഹെ. ബാബ ഓർമ്മിക്കുന്നതിൽ വളരെയധികം ആധ്യാത്മികമായിട്ടുള്ള വരുമാനമുണ്ട്. കൈ ബച്ചെ സിർഫ് ഭാഷണമേ നാമി ഗ്രാമി ഹെ. നിരവധി കുട്ടികളുണ്ട് നന്നായിട്ട് പ്രഭാഷണമൊക്കെ ചെയ്യും, അതിൽ ഫേമസാണ്. യോഗ ചെയ്യുന്നേ ഇല്ല. വഹ അഹങ്കാർ ബി ഗിരാദേത്തെ ഹെ. വളരെ പ്രശസ്തമാകുമ്പോൾ പേരും പ്രശംസയൊക്കെ കിട്ടുമ്പം ആ അഹങ്കാരം അവരെ അധപ്പതിപ്പിക്കുകയാണ്. अच्छा मीठे मीठे सिखी लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम सब रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. धारणा के लिए मुख्य सार. ഒന്നാമത്തെ പോയിൻ്റ്, സർവശക്തിമാൻ ബാബ് से शक्ति लेने के लिए याद का चार्ट बढ़ाना है. സർവശക്തിമാനായിട്ടുള്ള അച്ഛനിൽ നിന്ന് ശക്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കണം. സമയം ഓർമ്മ ബാബയെ ഓർമ്മിക്കുന്നത് എൻ്റെ സമയം കൂട്ടണം. യാദക്ക് ഭിന്ന ഭിന്ന യുക്തിയാ രചനീ ഹെ. ബാബ ഓർമ്മിക്കാൻ വേണ്ടി ഭിന്ന ഭിന്ന യുക്തികൾ രചിക്കണം. ബാബ എന്ന് പറഞ്ഞില്ല, ഊണ് കഴിക്കുമ്പോഴും ഓർമ്മിക്കാം, കുളിക്കുമ്പോഴും ഓർമ്മിക്കാം, കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മിക്കാം. പിന്നെ കാവലിൽ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞ് അവർക്ക് ഏറ്റവും സൗകര്യം അതാണ്, അവർക്കാണ്. കാവലിന് കാക്കുമ്പോൾ 2 ജോലി ഒരുമിച്ച് ചെയ്യാം, കാവലും നിൽക്കാം, പിന്നെ അല്ലേ വാച്ച്മാൻ ഡ്യൂട്ടിയും ചെയ്യാം, ബാബയെ ഓർമ്മിക്കാം. ഭർത്താവ് എവിടെയെങ്കിലാണ്, ഭാര്യ വേറെ സ്ഥലത്താണെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഓർക്കാറില്ലേ, അപ്പം എന്തുകൊണ്ട് ശിവബാബ ഓർമ്മിച്ചുകൂടെ? അതേപോലെ ശിവബാബ ഓർമ്മിക്കാം. യുക്തികൾ തന്നിട്ടുണ്ട്, ആ യുക്തികളൊക്കെ രചിക്കണം, അത് പ്രാക്ടിക്കലാക്കണം. പിന്നെ മധുബനിൽ വരുമ്പം ഏതെങ്കിലുമൊക്കെ പാറപ്പുറത്തൊക്കെ പോയിരുന്നിട്ട് കുറേ നേരം ഓർമ്മിക്കാം. ഏകാന്ത് മേ ബേട്ട് വിശേഷ് കമ്മായി ജമാക്കണേ. സെൻട്രലിൽ വന്നിട്ട് ഓർമ്മിക്കാം, മധുബനിലുള്ളപ്പോൾ ഓർമ്മിക്കാം. ഏകാന്തമായിട്ടിരുന്നിട്ട് വിശേഷ സമ്പാദ്യ വരുമാനം സമ്പാദിക്കണം. സെക്കൻഡ് പോയിൻ്റ്, സദോ പ്രധാനമാകണം എന്ന ചിന്ത കുട്ടികൾക്കുണ്ടായിരിക്കണം. അല്ലേ, എനിക്ക് എൻ്റെ സ്വഭാവത്തെ സാത്വികമാക്കണം, സദോ പ്രധാനമാക്കണം. ഗഫ്ലത്ത് നഹി കർണി ഹെ. ഇനി എൻ്റെ അടുത്ത് യാതൊരു തെറ്റും വരാൻ പാടില്ല എന്ന അറ്റൻഷൻ ഉണ്ടായിരിക്കണം. അഹങ്കാരമേ നഹി ആനാ ഹെ. നന്നായിട്ട് പ്രഭാഷണം ചെയ്യുന്നുണ്ട്, എനിക്കത് ചെയ്യാനറിയാം, ഇത് ചെയ്യാനറിയാം എന്ന് ഒരിക്കലും അഹങ്കരിക്കരുത്. സർവീസ് കാ സ്റ്റോക്ക് ബി രഖ്ന ഹെ എന്നും പറഞ്ഞില്ലേ. ബന്ധുമിത്രാദികൾക്കൊക്കെ ജ്ഞാനം പറഞ്ഞു കൊടുക്കണം, ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം. സർക്കസൊക്കെ വയ്ക്കുന്ന ആൾക്കാർ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അടുത്ത ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് മെസ്സേജ് കൊടുത്ത് അവരോടൊക്കെ വരാൻ പറയും. പിന്നെ വന്ന് കണ്ടിട്ട് പോയവരും മറ്റുള്ളവരോട് പോയി പറഞ്ഞു കൊടുക്കും. അതേപോലെ നമുക്കും സേവ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം ഓർമ്മയുടെ യാത്രയും കൂടെ ചെയ്യണം. വരദാനം, സബ് കുച്ച് ബാപ് ഹവാലെ കർ കമൽ പുഷ്പ സമാൻ ന്യാരെ പ്യാരെ രഹനെ വാലെ ഡബിൾ ലൈറ്റ് ഭവ. നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ശിവബാബയെ ഏൽപ്പിച്ചിട്ട് താമരപ്പൂ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് വിട്ട് നിൽക്കുന്നു അല്ലേ. ബാബ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ശിവബാബയുടെ, ഞാൻ ജസ്റ്റ് ഇൻസ്ട്രുമെൻ്റാണ് എന്ന് മനസ്സിലാക്കി ഭാരം മുഴുവനും ബാബയെ ഏൽപ്പിച്ചിട്ട് ഭാരരഹിതമായിട്ട് കർമ്മം ചെയ്യാം. അപ്പം നമുക്ക് ബാബയുടെ ഏകാഗ്രതയോടെ ബാബ ഓർക്കാൻ പറ്റും. അങ്ങനെ താമരപുഷ്പത്തിന് സമാനം ഡിറ്റാച്ച്ഡ്, അതേസമയത്ത് സ്നേഹത്തോടെ ജീവിക്കുന്ന ഡബിൾ ലൈറ്റ് ഭവ. बाप का बनना अर्थात
സബ് ബോജ് ബാബ്ക്കോ ദേ ദേന. ബാബയ്ക്ക് സ്വന്തമായി എന്ന് ചേർത്ത് എന്താ, എല്ലാ ഭാരവും ബാബയെ ഏൽപ്പിക്കുക. ഇനി ബാബയാണ്, ഡബിൾ ലൈറ്റ് ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? സബ് കുച്ച് ബാബ ഹവാലേ കർണ, എല്ലാം ബാബയെ ഏൽപ്പിക്കുക, സമർപ്പിക്കുക. ഈ തൻബി മേരാ നഹി, ഈ ശരീരം പോലും എൻ്റേതല്ല. തോ ജബ് തൻഹി നഹി തോ ബാക്കി ക്യാ, ദേഹം പോലും എൻ്റെ അല്ലെങ്കിൽ പിന്നെ എൻ്റേതായിട്ട് എന്താ ഉള്ളത്? ആ സബ്ക വായ്ദ ഹി ഹേ തൻബി തേര, നമ്മുടെ പ്രോമിസ് എന്താ? ശിവബാബ ഈ ശരീരം പോലും അങ്ങയുടേതാണ്, എൻ്റെ മനസ്സ് പോലും അങ്ങയുടേതാണ്. അതുകൊണ്ട് എൻ്റെ തന്നിഷ്ടപ്രകാരം ഞാനൊന്നും ചിന്തിക്കില്ല, അങ്ങ് പറഞ്ഞതുപോലെ ചിന്തിക്കുള്ളൂ. അങ്ങയുടേതാണ്. ധനവും അങ്ങയുടേതാണ്. ജബ് സബ് കുച്ച് തേര കഹ തോ ബോജ് കിസ് ബാത് കാ, എല്ലാം അങ്ങയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഭാരം ഏത് വിഷയത്തെക്കുറിച്ചാണ്? ഇസേ കമൽ പുഷ്പ ദൃഷ്ടാന്ത സ്മൃതിമേറെ, അതുകൊണ്ട് കമലപുഷ്പത്തിൻ്റെ എക്സാമ്പിൾ സ്മൃതിയിൽ സൂക്ഷിച്ച് സദാ ന്യാരെ ഓർ പ്യാരേ രഹു, സദാ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കും, അതേസമയത്ത് പ്രിയത്വത്തോടെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡബിൾ ലൈറ്റ് ബൻ ജായെങ്കിൽ, അപ്പോൾ ഡബിൾ ലൈറ്റ് ആകാൻ പറ്റും. സ്ലോഗൻ റുഹാനിയത് സെ रोब को समाप्त कर, ആധ്യാത്മിക ശക്തി ഉപയോഗിച്ചിട്ട് ആവേശത്തെ പോലും സമാപ്തമാക്കി. സ്വയം കോ ശരീർ കി സ്മൃതി സെ, ഞാൻ ദേഹമാണ് എന്ന സ്മൃതിയാകുന്ന ആ സ്മൃതിയെ അലിയിപ്പിച്ച് കളയുന്ന സത്യമായ പാണ്ഡവനായി ഭവിക്കൂ. കാണെങ്കിൽ പാണ്ഡവന്മാർ മരുടെ മുകളിലേക്ക് പോയപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ വീണു, ദേഹം അവിടെ പോയി, പിന്നെ അവർ ആത്മാ സൂക്ഷ്മദേഹത്തിൽ കൂടെ മുന്നോട്ട് പോയതാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ആവേശം പോലും ഉണ്ടാവാൻ പാടില്ല. അത്രത്തോളം ദേഹ അഭിമാനത്തെ ലയിപ്പിച്ച് കളയണം. അങ്ങനത്തെ സത്യമായിട്ടുള്ള പാണ്ഡവനായി ഭവിക്കൂ. അതാണ് സ്ലോഗൻ. ഓം ശാന്തി. ബാബയുടെ ഓർമ്മയിലിരിക്കാം. त्रिकालदर्शी सबका स्वामी, तू विदेही तू निराकार, तू करता भवसा जो तुझसे लगन लगाए वो तुझ में ही खो जाए, जो तुझसे लगन लगाए वो तुझ में ही खो जाए, जो तुझसे योग लगाए वो परमानंद को पाए। तुझसे लगन लगाए वो तुझ में ही खो जाए, जो तुझसे योग लगाए वो परमानंद को पाए। तू सत्य है, तू शक्ति है, तू सत्य है, तू शक्ति है। तू प्रेम का गहरा सागर, हम सारे तेरे मोती, हम सब का तू ही रचयिता, हम सब हैं रचना तेरी। तू सोमनाथ, तू शक्तिमान,
तुझसे लगन लगाए, बिन मांगे सब पा जाए। जो तुझसे योग लगाए वो परमानंद को पाए। तू सत्य है, तू शक्ति है, तू सत्य है, तू शक्ति है। एकाग्रचित होके कोई जो एक पल तेरा ध्यान धरे, मिट जाए उसके कलेश, हो जाए इस दुनिया से परे। तू प्राणनाथ, तू योगेश्वर है, तेरा घर शांति का दर। जो तुझसे लगन लगाए वो तुझ में ही खो जाए। जो तुझसे योग लगाए वो परमानंद को पाए। तू सत्य है, तू शक्ति है, तू सत्य है, तू शक्ति है। ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे। हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे। हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। समय से पहले भाग्य से ज्यादा बोलो किसने पाया है। तेरा था जो तुझे मिला है, कोई तो छीन न पाया है। समय से पहले भाग्य से ज्यादा बोलो किसने पाया है। तेरा था जो तुझे मिला है, कोई तो छीन न पाया है। जीवन प्रभु सौगात है, फिर काहे फिक्रात है। सदा
सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। जिसके नाम से कितनों के ही बिगड़े काम तो बन जाते, जिसकी याद से जन्म जन्म के कष्ट सभी मिट जाते। जिसके नाम से कितनों के ही बिगड़े काम तो बन जाते, जिसकी याद से जन्म जन्म के कष्ट सभी मिट जाते। सामने वो दिन रात है, प्यार की बरसात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ है, डरने की क्या बात है। सदा सफलता साथ हमारे, सदा सफलता साथ हमारे, हाथ में उसके हाथ है। ईश्वर अपने साथ है, डरने की क्या बात है। ईश्वर अपने साथ